LDF തോറ്റവരാണല്ലോ, നിങ്ങളല്ലേ ജയിച്ചവർ. ആ ജയിച്ചവരെവിടെ കിടക്കുന്നുവെന്ന് നിങ്ങൾ കാണണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് നേരത്തെ പറയായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്കിത് പറഞ്ഞു കേൾക്കുന്നതിന് അസ്വസ്ഥത വേണ്ട. ഇത് ഞാൻ പറയാനുള്ളത് ഞാൻ പറയല്ലോ, അതിൻ്റെ അസ്വസ്ഥത വല്ലാതെ ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ മണലൂര് UDF തിരുവനന്തപുരത്തെ ശശി തരൂരിൻ്റെ വിജയവും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും ഒരുപോലെയല്ല നാം കാണേണ്ടത്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള വിവേചനം നിങ്ങൾക്ക് ഇനിയെങ്കിലും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് കാണേണ്ടത്. ഇവിടെ മണലൂരിൻ്റെ കേക്ക് UDF 63,420 വോട്ടാണ് 2019 അവിടെ ഇപ്പോൾ UDF 50,897. ഇതാണ് അവസ്ഥ. ഒല്ലൂരിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു സ്ഥലമാണത്. ഇതിൻ്റെ അവസാനം ഞാൻ പറയാം അതിനെപ്പറ്റി. അത് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ മണ്ഡലമായതുകൊണ്ട് മാത്രം പറയുന്നതല്ല, പ്രത്യേകം നമ്മളെല്ലാവരും കാണേണ്ട ഒരു സ്ഥലമായതുകൊണ്ട് പറയാം. ഒല്ലൂര് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 63,000 ബാക്കിയുള്ള വിട്ടാടി 63,000 നിങ്ങൾക്കുള്ള വോട്ട്. ഇപ്പോഴ് എത്രയാ? 47,000. 63 നിന്ന് 47 നിങ്ങൾ താണു കൊല്ലൂരിൽ. പറയാ, ഇതാണ് വസ്തുത. തൃശ്ശൂര് 55,000 നിങ്ങൾക്ക് 2019. ഇപ്പോൾ 40,000. നാട്ടിക 52,000 2019. ഇപ്പോൾ നാട്ടികയിലൊരു അതെ 52,000 UDF 2019. ഇപ്രാവശ്യം കിട്ടിയത് 38,000. ഇതാണ് നാം കാണേണ്ട കാര്യം. ഇരിഞ്ഞാലക്കുട 57,000 UDF വോട്ട്. അത് 46,000 താണു. പുതുക്കാട് 56,000 UDF 2019 വോട്ട്. ഇപ്പോൾ 42,000 താണു. അങ്ങനെയാണ് 2,93,000 വോട്ടിൽ നിന്ന് 4,15,000 വോട്ടിൽ നിന്ന് 3,28,000 വോട്ടിലേക്ക് താഴുന്ന അവസ്ഥയുണ്ടായത്.